Yes. Hello everyone. Welcome to IELTS Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിൽ തന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളത്. ഓക്കെ, 3 മുതൽ 6 വയസ്സ് വരെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഓൾറെഡി 2 സ്റ്റേജസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ കംപ്ലീറ്റ്ലി പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്റെ കേട്ടൻ സൈക്കോളജിന്റെ മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് വഴി ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഐ ആം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. അതിനു മുന്നേ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ പിന്നെ കേട്ടറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ, അതിന്റെ MCQ PYQ ഡിസ്കഷൻസ്, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ്, വോയിസ് റെക്കോർഡ് ക്ലാസ്സുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ജസ്റ്റ് നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐ ആം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. സോ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന്. ഓക്കെ, സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ്. ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന, ഒരുപാട് ഡെവലപ്മെന്റുകൾ സംഭവിക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളത്. ഓക്കെ, സോ 1 സെക്കൻഡ്. So early childhood, covering the ages of 3 to 6 years, is one of the most important stages of human development. Okay, human development ന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേജ് ആണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്നുള്ളത്. This period is also known as preschool years. Okay, അപ്പൊ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? പ്രീസ്കൂൾ ഇയേഴ്സ് എന്നുള്ള പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. റൈറ്റ്, ബിക്കോസ് എന്തുകൊണ്ടാണ്? ചിൽഡ്രൻ ബിഗിൻ പ്രിപ്പയറിംഗ് ഫോർ ഫോർമൽ സ്കൂളിംഗ്, അല്ലെ? കാരണം 3 മുതൽ 6 വയസ്സ് എന്ന് പറയുമ്പോൾ 3 വയസ്സ് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അംഗൻവാടി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പിന്നെ ഈ നമ്മുടെ LKG പോകുന്നതിന് മുന്നേ കിൻഡർ ഗാർഡൻ അങ്ങനെയുള്ള പിന്നെ സ്ഥലങ്ങളിൽ കുട്ടികൾ എന്താണ് ഫോർമൽ സ്കൂളിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണല്ലേ 3 to 6 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ പ്രീ സ്കൂൾ ഇയേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ദീസ് ഇയേഴ്സ് ചിൽഡ്രൻസ് ബിക്കം മോർ ആക്റ്റീവ്, ക്യൂരിയസ് ആൻഡ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, ഒരു 3 to 6 ഇയേഴ്സ് ആകുന്നതോട് കുട്ടികൾക്ക് എന്താണ്? കുട്ടികൾ കുറച്ചും കൂടി ആക്റ്റീവ് ആകാൻ തുടങ്ങും. റൈറ്റ്, മറ്റുള്ള നമ്മൾ കഴിഞ്ഞ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പല കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. അതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ. ഓക്കെ, അവരെല്ലാത്തിനും റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ട്. നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും. കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു പ്രവണത കുട്ടികളിൽ പതിയെ പതിയെ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, they learn many new skills that help them succeed in schools and everyday life. Okay, അപ്പൊ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെയാണ് എന്താണ് കുട്ടികൾ ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഡെയിലി ലൈഫിനും. അതുപോലെ തന്നെ അവരുടെ സ്കൂളിലും അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ് ഈ പറയുന്ന 3 to 6 ഇയേഴ്സ് അഥവാ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി പ്രധാനമായിട്ട് എവിടേക്കാണ് ഡെവലപ്മെന്റ് സംഭവിക്കുക നമുക്ക് നോക്കാം. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് ബ്രെയിൻ ഡെവലപ്മെന്റ്. ഓക്കെ, ദി ബ്രെയിൻ ഡെവലപ്സ് റാപ്പിഡ്ലി ഫോമിംഗ് ന്യൂറൽ കണക്ഷൻസ് ദാറ്റ് ഇംപ്രൂവ് ലേണിംഗ്, മെമ്മറി, ഇന്റലിജൻസ് ആൻഡ് ബിഹേവിയർ. അല്ലെ, അതായത് നല്ല രീതിയിൽ ഏർലി ചൈൽഡ്ഹുഡിൽ നമുക്ക് വളരെയധികം ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് ബ്രെയിൻ ഡെവലപ്മെന്റ് എന്നത്. ഓക്കെ, ഒരുപാട് ന്യൂറൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യും, കുട്ടികളുടെ ലേണിംഗ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, അവരെ മെമ്മറൈസേഷൻ പവർ ഡെവലപ്പ് ചെയ്യുന്നു, അവരുടെ ഇന്റലിജൻസിൽ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അവരുടെ സ്വഭാവത്തിൽ എന്താണ് കുറച്ചും കൂടി അവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന രീതിയിലോട്ട് ഒരു എൻഹാൻസ്മെന്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ബ്രെയിൻ ഡെവലപ്മെന്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ സോഷ്യൽ സ്കിൽസ്. ഓക്കെ, അതുപോലെ തന്നെ ചിൽഡ്രൻ ലേൺ ടു ഷെയർ, അല്ലെ? അതായത് പങ്കിട്ടുകൊണ്ട് എന്താണ് നമ്മൾ ആസ് എ ഹ്യൂമൻ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ പങ്കിടേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധം വരുന്ന ഒരു പ്രായം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരു പ്രായത്തിലുണ്ടാവും. അതുപോലെ തന്നെ കോഓപ്പറേറ്റ്, സഹകരണം. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ കളിക്കുന്ന സമയത്ത് എന്താണ് കുട്ടികൾ കളിക്കുന്ന ആ മറ്റുള്ള കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കോഓപ്പറേഷൻ ഉണ്ടാവും. ഓക്കെ, ഒരിക്കലും ഒരു കോൺഫ്രണ്ടേഷൻ, ഞാൻ മുന്നിൽ നിൽക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവില്ല. വളരെയധികം സഹകരണത്തോടു കൂടിയാണ് എന്ത് കുട്ടികൾ ആ ഒരു പ്രായത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലുള്ള മറ്റുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരു പ്രായത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൂൾസുകൾ, ചില നിയമങ്ങൾ എന്താണ് ഫോളോ ചെയ്യേണ്ടതാണ്. അംഗൻവാടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങണം, അതിൽ വേറെ ചോദ്യം. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? അത് ചോദ്യം വർത്താൻ അത് ഉറങ്ങിക്കോളും. ഓക്കെ, ഉറങ്ങിയിട്ടില്ലെങ്കിലും അങ്ങനെ അഭിനയിച്ചോളും. റൈറ്റ്, അതുപോലെ തന്നെ ബിൽഡ് ഫ്രണ്ട്ഷിപ്സ്, അല്ലെ? ഈ സ്കൂളിൽ പോകുന്ന സമയത്തായിരിക്കും കുട്ടികൾക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ
ഒരു സോഷ്യലായിട്ട്, കാരണം സ്കൂളിൽ പോകുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മറ്റുള്ള ഒരുപാട് മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, റൈറ്റ്? അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന 3 to 6 years എന്നുള്ളത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അല്ലെ? അതും ഈ സ്കൂളിൽ പോകുന്നതിന്റെ തുടക്കമായതുകൊണ്ട് തന്നെ നമുക്കറിയാം പറ എന്നൊക്കെ നമ്മൾ ആ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ്. വൊക്കാബുലറി ഗ്രോസ് ക്വിക്ലി, ഹെൽപ്പിംഗ് ചിൽഡ്രൻ സ്പീക്ക്, റീഡ്, റൈറ്റ് ആൻഡ് എക്സ്പ്രസ് ദിയർ തോട്ട്സ് എഫക്റ്റീവ്ലി, അല്ലെ? എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ തോട്ട്സുകൾ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെ വളരെ കോൺഫിഡന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അത് വളരെ ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഐഡന്റിറ്റി ഫോർമേഷൻ. ഓക്കെ, ചിൽഡ്രൻ ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്, ഇൻഡിപെൻഡൻസ് ആൻഡ് എ പോസിറ്റീവ് സെൻസ് ഓഫ് സെൽഫ് ത്രൂ ഡെയിലി ഇന്ററാക്ഷൻ, അല്ലെ? അതായത് കുട്ടികൾക്ക് ഒരു നല്ലൊരു സെൽഫ് കോൺഫിഡൻസ്, കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായം കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ഓക്കെ, അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള എബിലിറ്റി, ഒറ്റയ്ക്ക് ചെരുപ്പിടാൻ, ഒറ്റയ്ക്ക് ബാഗിൽ ബുക്ക് എടുത്ത് വെക്കാൻ, നിങ്ങൾ കുട്ടികളെ പാരന്റ്സ് ചോദിച്ചാൽ മതി. സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ കുട്ടികൾ തന്നെ ഒറ്റക്കൊറ്റ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള, അതൊരു ഐഡന്റിറ്റി ആണല്ലേ. ഇപ്പം ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എബിലിറ്റി കുട്ടി അവിടെ ഷോക്കേസ് ചെയ്യാണ്, റൈറ്റ്? പിന്നെ വരുന്നതാണ് എന്ത്, മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഈ റൈറ്റും ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ഒരു ബോധം വരുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹോണസ്റ്റി, കൈൻഡ്നെസ്, ഫെയർനെസ്, കളവ് പറയാൻ പാടില്ല. കാരണം കളവ് പറയുന്ന സമയത്ത് കുട്ടികൾക്ക് എപ്പോൾ ഒരു കുറ്റബോധം ഉണ്ടാവും, കുട്ടികളെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? ഇപ്പൊ സ്കൂളിൽ പോകാൻ മടിയുള്ള ഒരു കുട്ടി എന്താണ്, ആ കുട്ടി കളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ മുഖത്ത് അത് ഉണ്ടാവും. കാരണം ആ കുട്ടിക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നത്. അപ്പം ഈ മൊറാലിറ്റി, അല്ലെ, ഞാൻ പറയുന്നത് തെറ്റാണ്, അത് ശരിയല്ല എന്നത് കൊണ്ടായിരിക്കില്ല കുട്ടിയുടെ മുഖത്തും കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു മൊറാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാകുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. അത് നടക്കുന്നതാണ് ഈ ഒരു സ്റ്റേജിലാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഓരോ ഇപ്പം മോട്ടർ ഡെവലപ്മെന്റ് ഉണ്ട്, നമുക്ക് കീ ഏരിയാസ് വളരെയധികം പിന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് മോട്ടർ ഡെവലപ്മെന്റ് എന്താണ്, നമുക്ക് ഇവിടെ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ് എന്തൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ഗ്രോസ് മോട്ടർ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. സോ എന്താണ് ഗ്രോസ് മോട്ടർ സ്കിൽസ്? ദേ ആർ ദി എബിലിറ്റീസ് ദാറ്റ് ഇൻവോൾവ് ദ യൂസ് ഓഫ് ദി ലാർജ് മസിൽസ് ഓഫ് ദ ബോഡി such as those in the arms, legs, back and trunk to perform movements that require strength, balance and coordination. Okay, അപ്പോൾ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിൽ കുട്ടികൾക്ക് എന്താണ്, ഗ്രോസ് മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാണ്. ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ലാർജ് മസിൽസ്, ഈ കൈ, കാല്, അതുപോലെ തന്നെ ട്രങ്ക്, ഓക്കെ, ഈ അരഭാഗം, ആ ഒരു ഭാഗം, ഇവിടെയൊക്കെ എന്താണ് കുട്ടികള് അതിന്റെ പവർ, സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ സിമ്പിൾ വേർഡ്സ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആർ ദ മൂവ്മെന്റ് വി മേക്ക് യൂസിങ് അവർ ലാർജ് മസിൽസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ലാർജ് മസിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് മൂവ്മെന്റ് ഡെവലപ്മെന്റ് സ്കിൽസുകൾ ഉണ്ട്. അതിനാണ് നമ്മൾ ഗ്രോസ് മോട്ടോർ സ്കിൽസ് പറയുക. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് മൈൽസ്? ഏജ് 3, ക്ലൈംബ് സ്റ്റേഴ്സ് വിത്ത് ആൾട്ടർനേറ്റിംഗ് ഫീറ്റ്, അല്ലെ? ഇടത്തെ കാല് വെച്ച് വലത്തെ കാല് വെച്ച് എന്താണ് കുട്ടികൾക്ക് സ്റ്റെപ്പ് കയറി പോകാനുള്ള ഒരു ടെൻഡൻസി. അതുപോലെ തന്നെ ഓടുന്ന സമയത്ത് വീഴാതിരിക്കാനുള്ളത്. അത് ഓടുമ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, കറക്റ്റ് ആ കാല് ഒന്ന് എടുത്തു വെച്ച് അടുത്ത കാല് എടുത്തു വെക്കാനുള്ള ആ ഒരു എന്താ പറയാ, അത്രയും സ്പീഡിൽ ബ്രെയിനിലോട്ട് എന്ത് വേണം, അതിന്റെ കൺട്രോൾ വേണം, അല്ലെ? ഇടത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലത്ത് കാല് വെക്കണം. അത് അത്രയും സ്പീഡാകുമ്പോഴാണ് കുട്ടിക്ക് സ്പീഡിൽ ഓടാൻ പറ്റില്ല, അല്ലെങ്കിൽ തടഞ്ഞു വീഴും. ഓക്കെ, അതുപോലെ തന്നെ ട്രൈ സൈക്കിൾ, ഈ 3 ടയറുള്ള സൈക്കിൾ ഉണ്ടല്ലോ കുട്ടികൾ ഓടിക്കുന്നത്, അത് നല്ല എഫിഷ്യന്റ് ആയിട്ട് കുട്ടികൾക്ക് എന്താണ് ബാലൻസ് ചെയ്ത് ഓടിക്കാനുള്ള ഒരു എബിലിറ്റി. ഏജ് 4 ആകുമ്പോൾ മുന്നോട്ടേക്ക് ചാടാന്, ഒരു കാലുമ ചാടാന്, അതുപോലെ തന്നെ ഒരു ബോൾ എറിയാനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏജ് 4 ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏജ് 5 to 6 ആകുന്ന സമയത്ത് എന്താണ്, ഒരു കാലുമേൽ 10 സെക്കൻഡ് നിൽക്കാനുള്ള എബിലിറ്റി. സ്കിപ്പ്, ജമ്പ് റോപ്പ്, നമ്മുടെ ആ ഒരു ജമ്പ് റോപ്പ് വെച്ച് നമ്മൾ അറിയാലോ, ഒരു വലിയൊരു കയറിലൂടെ നമ്മൾ ചാടി കളിക്കുന്നത്. സ്റ്റാർട്ട് ലേണിംഗ് ടു സ്വിം ഓർ റൈഡ് എ ബൈക്ക്. ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളുടെ ബൈക്ക് ആട്ടോ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നീന്തല് കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ഏജിൽ എന്താ സംഭവിക്കുന്നത്, ഈ ലാർജ് മസിൽസ് ഉണ്ടല്ലോ, കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിലുള്ള വളരെ ലാർജ് ആയിട്ടുള്ള മസിൽസ്, കൈ, കാല്, ട്രങ്ക്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോസ് മോട്ടോർ സ്കില്ല് വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ,
അതിന്റെ കൂടെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന വേറൊരു മോട്ടോർ സ്കില്ലാണ് ഫൈൻ മോട്ടോർ സ്കിൽ. എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽ നമുക്ക് നോക്കാം. These are the abilities that involve the use of the small muscles of the hands, fingers, wrist and eyes to perform precise and controlled movements. അല്ലെ, അപ്പൊ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്മോൾ മസിൽസ് ആണ്. ഇപ്പൊ ഹാൻഡ്, കൈ, അതുപോലെ തന്നെ ഫിംഗേഴ്സ്, റൈറ്റ്, ഓക്കെ, പിന്നെ റിസ്റ്റ്, ഐസ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരുപാട് മൂവ്മെന്റ്സ് ഡെവലപ്പ് ചെയ്തതിന് വിളിക്കുന്ന പേരാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദി സ്മോൾ ഹാൻഡ് ആൻഡ് ഫിംഗർ മൂവ്മെന്റ് ദാറ്റ് ഹെൽപ് ചിൽഡ്രൻ പെർഫോം ഡീറ്റെയിൽഡ് ടാസ്ക്. നമുക്ക് എന്തൊക്കെ നമുക്ക് നോക്കാം. യൂസ് സിസേഴ്സ് വിത്ത് സൂപ്പർവിഷൻ. അല്ലെ, കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ ക്രാഫ്റ്റ് ചെയ്യുമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭയങ്കര സൂക്ഷ്മതയിലെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ക്രാഫ്റ്റുകളൊക്കെ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബേസിക് ഷേപ്സ്, സിമ്പിൾ ഫിഗർ ഒക്കെ കുട്ടികൾ വളരെ വൃത്തിക്ക് വരക്കാൻ വേണ്ടി തുടങ്ങും. അത് കൃത്യമായിട്ടുള്ള ഫിംഗറിന്റെ കൺട്രോൾ ആണ്, റൈറ്റ്. ബെറ്റർ ലെറ്റേഴ്സ് ഓർ നമ്പേഴ്സ്, ഡ്രസ് ആൻഡ് അൺഡ്രസ് ഇൻഡിപെൻഡന്റ്, സ്വന്തമായിട്ട് ഡ്രസ്സ് ധരിക്കാനും. കാരണം ബട്ടൺസ് ഒക്കെ ഇടാന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ്, അല്ലെ, ബട്ടൺസ് ഇടാന്ന് പറയുന്നത്. ഓക്കെ, ഷർട്ട് ഇടാന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, പക്ഷെ ബട്ടൺസ് കറക്റ്റ് ആയിട്ട് തെറ്റാതെ ഇടാന്ന് പറയുമ്പോൾ അത് ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ്. ഷൂസിന് ലേസ് കിട്ടുക എന്ന് പറയുന്നത് ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്, റൈറ്റ്. ബിൽഡ് ടവേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് വിത്ത് സ്മോൾ ബ്ലോക്സ്. കുട്ടികൾ കളിക്കുന്ന ആ ഒരു സ്മോൾ ബ്ലോക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരുപാട് ടവേഴ്സും സ്ട്രക്ചേഴ്സ് ഒക്കെ കുട്ടികൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് അവിടെ നല്ല രീതിയിൽ അതിങ്ങനെ ബ്ലോക്ക് സെറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രായം കൂടിയാണ്. ഓക്കെ, ഇതാണ് എന്ത് മോട്ടോർ സ്കിൽസ് ഡെവലപ്മെന്റിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റിൽ. സോ നെക്സ്റ്റ് വരുന്നതാണ് എന്ത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് കുട്ടികളുടെ കോഗ്നിറ്റീവ് പറയുമ്പോൾ നമുക്കറിയാലോ മൈൻഡിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സ് ആണ്. പ്രധാനമായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണിത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് സിംബോളിക് തിങ്കിങ് ആണ്. ദി എബിലിറ്റി ടു യൂസ് വേർഡ്സ്, പിക്ചേഴ്സ് ഓർ ഒബ്ജക്ട്സ് ടു റെപ്രസെന്റ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഫിസിക്കലി പ്രസന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പിന്നെ ഫോണ് വിളിക്കുന്നത് പോലെ ആക്കും, പക്ഷെ ഫോൺ അവിടെ ഫിസിക്കലി ഉണ്ടാവില്ല. പക്ഷെ പകരം എന്താണ്, ഒരു പഴം യൂസ് ചെയ്തുകൊണ്ട് എന്താണ്, ഒരു ബനാന ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അഭിനയിക്കും, റൈറ്റ്. 1 second, യാ, അതാണ് ഈ പറയുന്ന സിംബോളിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഈക്കോസെൻട്രിസം, ദ ടെൻഡൻസി ഓഫ് ചിൽഡ്രൻ ടു സീ ദ വേൾഡ് ഓൺലി ഫ്രം ദെയർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് പെർസ്പെക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി എന്ത് ചെയ്യും, ഒരു കർട്ടന്റെ പിന്നിൽ പോയിട്ട് നിൽക്കും. അപ്പോ ആ കർട്ടന് ആ കുട്ടിനേക്കാൾ ചെറുതായിരിക്കും, പക്ഷെ ആ കുട്ടിയുടെ വ്യൂ പോയിന്റിൽ എന്താണ്, കുട്ടി സേഫ് ആണ്, ആരും കുട്ടിയെ കാണുന്നില്ല. പക്ഷേ മറ്റുള്ള ആളുടെ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് എന്താണ്, ആ കുട്ടിയെ പെട്ടെന്ന് കാണാൻ പറ്റും. അതാണ് ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം എന്ന് പറയുമ്പോൾ ഒരു കുട്ടി അവരുടെ പേഴ്സ്പെക്റ്റീവ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങൾ ചിന്തിക്കുള്ളൂ. മറ്റുള്ള ആള് അത് എങ്ങനെ പേഴ്സീവ് ചെയ്യുന്നു എന്നുള്ള അത്ര ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന ഒരു പ്രായമല്ല ഈ പറയുന്ന ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈഗോസെൻട്രിസം എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ ലോകത്ത് നിന്ന് മാത്രമാണ് അവർ കാര്യങ്ങളെ കാണാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത് ആനിമിസം, the belief that non-living objects have life, feelings or intention like living beings. അത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ കുട്ടികൾ ടെഡ്ഡി ബിയേഴ്സിനോട് സംസാരിക്കുക, ടെഡ്ഡി ബിയേഴ്സിനെ കെട്ടിപ്പിടിക്കും, ടെഡ്ഡി ബിയേഴ്സിന് സങ്കടാന്നൊക്കെ പറയും. ഓക്കെ, അതായത് നോൺ ലിവിങ് ഒബ്ജക്റ്റിന് ജീവൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന അനിമിസം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻട്യൂറ്റീവ് തോട്ട്. ഓക്കെ, ദ സ്റ്റേജ് വേർ ചിൽഡ്രൻ ലേൺ ബൈ ക്യൂരിയോസിറ്റി ആൻഡ് ആസ്ക് മെനി വൈ ആൻഡ് ഹൗ. അല്ലെ, ഒരുപാട് വൈ ആൻഡ് ഹൗ ഉണ്ടാവും. ഒരു ഫിലിം ഉണ്ടാവും, ഒരു TV വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി, കുട്ടികൾക്ക് ഒരുപാട് വൈ ആൻഡ് ഹൗ ഉണ്ടാവും. ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിന്നെ ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, ഈ എന്തുകൊണ്ടാണ് ഈ ചന്ദ്രൻ നമ്മുടെ കൂടെ തന്നെ വരുന്നത്, മൂണ്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക്. വൈ ആൻഡ് ഹൗ എന്നുള്ളത് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു സ്റ്റേജ് ആണ് 3 to 6 ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. പിന്നെ വരാണ് സെൻട്രേഷൻ, ദ ടെൻഡൻസി ടു ഫോക്കസ് ഓൺലി ഓൺ വൺ ഫീച്ചർ ഓഫ് എൻ ഒബ്ജക്ട് or situation while ignoring other important characteristics. ഓക്കെ, ഇപ്പോ ഒരു രണ്ട് ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാല് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നീളമുള്ള ഗ്ലാസ്സിലാണ് എന്ത് ചെയ്യുക, നീളമുള്ള ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കാരണം അതിൽ കുറെ ഉണ്ടെന്ന് തോന്നില്ല. പക്ഷെ അതേ സമയത്ത് അതിന്റെ വിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ചിന്തിക്കുന്നില്ല. അതായത് അതിന്റെ വീതി കൂടിക്കഴിഞ്ഞാല് അതിലായിരിക്കും കൂടുതൽ വെള്ളം എന്ന് ചിന്തിക്കാനുള്ള എബിലിറ്റി. അതായത് ഏതെങ്കിലും ഒരു ഫീച്ചറിൽ മാത്രമേ കുട്ടികൾ കോൺസെൻട്രേറ്റ് ആകുക, അതായത് നീളം എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ആവും. വീതി എന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. അപ്പോ നീളമുള്ള ഗ്ലാസ്സിലായിരിക്കും കൂടുതൽ വെള്ളം ഉണ്ടാകാനുള്ള തോന്നൽ കുട്ടിക്കുണ്ട്. അതാണ് സെൻട്രേഷൻ, ഒരു സ്ഥലത്ത് സെന്റർ ആയിട്ട് നിൽക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വിച്ച് മേക്സ് ഇൻ ദിസ് ഏർലി ചൈൽഡ്ഹുഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്, ലാസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് ഒന്ന് സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, during early childhood, children begin to develop a sense of self, which means they start understanding who they are and how they are different from others. Okay, അവര്
അവരെ സെൽഫിനെ കൃത്യമായിട്ട് മനസ്സിലാക്കും, മറ്റുള്ളവരിൽ നിന്ന് എന്നെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ പറയുന്ന സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് അഥവാ സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ബിക്കം മോർ ഇൻഡിപെൻഡന്റ് ആൻഡ് ലൈക്ക് ടു പെർഫോം ടാസ്ക് ഓൺ ദെയർ ഓൺ. കുറച്ചും കൂടി സ്വതന്ത്രമാകപ്പെടുകയാണ്. അതുപോലെ തന്നെ അവർ ഒറ്റ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് അവരുടെ ഭാഗത്ത് ഉണ്ടാകാണ്. ഓക്കെ, സച്ച് ആസ് ഡ്രസ്സിംഗ്, ഈറ്റിംഗ് ഓർ ചൂസിങ് ഗെയിംസ്. ഓക്കെ, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള എബിലിറ്റി കുട്ടികൾ ഡെവലപ്പ് ചെയ്യാണ്. According to Erik Erikson, if parents encourage children's curiosity and allow them to explore and try new activities, they develop a sense of initiative. അല്ലെ, അപ്പൊ നമ്മൾ കുട്ടികളെ എപ്പോഴും അവർ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്ന ഓരോ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ അത് വലിയ പരിക്കാത്ത വീഴലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം, ആ വീണെടുത്ത് നിന്ന് എണീക്കാനുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ വിട്ടുകൊടുക്കണം. കുട്ടികൾക്ക് സെൽഫ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഏരിയാസും വിട്ടുകൊടുത്തിട്ട് അത് ആ കുട്ടികളിൽ അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അപ്രീസിയേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് എപ്പോഴും ഒരു സെൻസ് ഓഫ് ഇനീഷ്യേറ്റീവ്, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യും. അത് കുട്ടികൾ പ്രായമായി ഒരു ഏജ് എത്തുന്നവരെ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, however, if parents constantly criticize or discourage them, children may develop a sense of guilt. കുറ്റബോധം ഉണ്ടാവും. നമ്മള് കുട്ടികൾക്ക് ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കുട്ടികളെ സെൽഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെടുന്ന ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ അവരെ നമ്മൾ ഡിസ്കറേജ് ചെയ്യാണ്. അവിടേക്ക് ഇരിക്കുക, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴും എന്താണ്, ഒരു സെൻസ് ഓഫ് ഗിൽട്ട്, ഒരു കുറ്റബോധം കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോ ഫ്യൂച്ചറിൽ എന്താണ്, കുട്ടികൾ റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് മടിയാവുന്നതാണ്. ഓക്കെ, ഇതാണ് സെൽഫ് ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്, ജെൻഡർ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് ചിൽഡ്രൻ ബിക്കം അവെയർ ഓഫ് ദിയർ ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി. കുട്ടി എന്റെ ജെൻഡർ എന്താണ്, എന്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് കൃത്യമായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഏർലി ചൈൽഡ്ഹുഡ്. ദേ റെക്കഗ്നൈസ് വെദർ ദേ ആർ ബോയ് ഓർ എ ഗേൾ ആൻഡ് ഗ്രാജുവലി ലേൺ ദ ബിഹേവിയേഴ്സ്, റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻ അസോസിയേറ്റഡ് വിത്ത് ജെൻഡർ ഫ്രം പാരന്റ്സ്, ടീച്ചേഴ്സ്, പിയേഴ്സ് ആൻഡ് സൊസൈറ്റീസ്. അല്ലെ, അപ്പൊ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് എന്താണ്, കുട്ടികൾക്ക് ഞാൻ ബോയ് ആണോ ഗേൾ ആണോ എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ചുറ്റുമുള്ള ആളുകൾ, അതായത് പാരന്റ്സ്, ടീച്ചേഴ്സ്, പിയേഴ്സ്, സൊസൈറ്റി, അവിടെ നിന്നൊക്കെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ റോളിലുള്ള ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് അവരുടെ ലൈഫിലോട്ട് എന്ത് ചെയ്യുന്നു, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പത്തിൽ എന്തായിരിക്കും, മറ്റുള്ള ആൺകുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് നോക്കും. എന്നിട്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഞാൻ എന്നിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോപ്പി ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, പിന്നെ വരുന്നതാണെന്ത്, മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഒരു സെൻസ് ഓഫ് മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യും ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. They understand simple rules, learn to share, tell the truth, respect others and follow instruction given by parents and teachers. അല്ലെ, അപ്പോ ഈ പറയപ്പെടുന്ന എല്ലാ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഓക്കെ, their moral behavior is mainly guided by reward, punishment and adult approval. അല്ലെ, അപ്പോ തെറ്റും ശരിയും അവരെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, റിവാർഡ്. കുട്ടികൾ ഇപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ റിവാർഡ് ചെയ്യും. ഇപ്പൊ നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് എന്ത് ചെയ്യും, കുട്ടികൾക്ക് ചോക്ലേറ്റ് വാങ്ങി കൊടുക്കും. അപ്പൊ അതൊരു റിവാർഡ്. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും മാർക്ക് സ്കോർ ചെയ്യുന്നത് റിവാർഡ് കിട്ടുന്ന ഒരു കാര്യമാണ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഞാൻ ഇന്നും ചെയ്യണം. പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പണിഷ് ചെയ്യും, എനിക്ക് വഴക്ക് കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലാവും അത് തെറ്റാണ്. അങ്ങനെയാണ് തെറ്റും ശരിയും ചെയ്യുന്നത് കുട്ടികൾ മനസ്സിലാക്കുന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഏർലി ചൈൽഡ്ഹുഡിന്റെ ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ്സ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഓക്കെ, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ദേർ. സോ നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്താൻ അല്ലെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കാം. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പിൽ നിങ്ങൾ മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ദാറ്റ്സ് ഓൾ യു ക്യാൻ ഡു ഫോർ മീ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ലൈക്ക് whoever the people who are preparing for cadre, അപ്പൊ അവിടത്തേക്ക് നിങ്ങൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. Yeah. So that's all about today's session. We will see you on the next video. Till then, bye and thanks everyone.